ഹലോ മക്കളെ, 9ാം ക്ലാസ്സിലേക്കാണ് ഇനി നിങ്ങൾ പോകാൻ പോകുന്നത്. സാറ് കഴിഞ്ഞ ഒരു ദിവസങ്ങളിലായിട്ട് ഒരു ഷോർട്ട് വീഡിയോയിൽ സാറ് പറഞ്ഞിരുന്നു, ഏറ്റവും കൂടുതൽ നമ്മളുടെ 1 മുതൽ 10ാം ക്ലാസ് വരെ നോക്കുകയാണെങ്കിൽ കണ്ടൻറ് വൈസ് അതേപോലെ സബ്ജക്റ്റ് വൈസ് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനുള്ളത് 9ാം ക്ലാസ്സിലാണെന്ന്. അപ്പോൾ ഒരു 10ാം ക്ലാസ്സിലെത്തിയ ഒരു കുട്ടി, സാറ് പഠിപ്പിച്ച തന്നെ കുട്ടിയാണ്, സാറോട് പറയാണ്, അത് സാറ് വെറുതെ പറയുന്നതല്ലേ, സാറ് 9ാം ക്ലാസ്സിലെ കുട്ടികളെ ഒന്ന് അവെയർ ചെയ്യാൻ വേണ്ടി പറയുന്നതല്ലേ? അല്ലട മക്കളെ, 9ാം ക്ലാസ്സിൽ തന്നെയാണ് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനുള്ളത്. അത് എന്തുകൊണ്ടാണെന്ന് കൂടി മക്കൾ മനസ്സിലാക്കണം. നിങ്ങൾ 9ാം ക്ലാസ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പോകാനുള്ളത് ഫുള്ള് പബ്ലിക് എക്സാമുകളാണ്. ദാറ്റ് മീൻസ് നിങ്ങൾക്ക് ഹാൾ ടിക്കറ്റോട് കൂടിയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് ഗവൺമെൻറ് ഓതറൈസ്ഡ് ആയിട്ട് പബ്ലിഷ് ചെയ്യുന്ന രൂപത്തിലാണ് 10ാം ക്ലാസ് മുതൽ അങ്ങോട്ട് ഉണ്ടാകുക. അതായത് SSLC, +1, +2, പിന്നീട് അങ്ങോട്ട് നിങ്ങളുടെ ഡിഗ്രി കാലയളവ് എല്ലാം. അപ്പോൾ നിങ്ങളുടെ സ്കൂൾ സിസ്റ്റത്തിൽ നിങ്ങളുടെ സ്കൂളിൻ്റെ ടീച്ചേഴ്സ് മാത്രം നോക്കി നിങ്ങളെ വിലയിരുത്താൻ പറ്റുന്ന അവസാന വർഷം എന്ന് പറയുന്നത് അത് ഏത് തന്നെയാണ്? 9ാം ക്ലാസ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു വർഷം തന്നെ നിങ്ങളെന്ന കുട്ടിയെ മികച്ച ഒരു കുട്ടിയാക്കി മാറ്റാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മളുടെ സിലബസ് നോക്കുക. അതുകൊണ്ടാണ് 9ാം ക്ലാസ്സിൽ കൂടുതൽ കണ്ടൻറ്റും കൂടുതൽ ബേസിക്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഏത് ടീച്ചറോട് ചോദിച്ചാലും ഈ ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഓക്കെ, അപ്പോൾ മക്കൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? നിങ്ങൾ 9ാം ക്ലാസ്സിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് SSLC, +1, +2 ഒക്കെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമുകളാണല്ലോ. അവിടെയൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്യാനായിട്ട് സാധിക്കും. പലപ്പോഴും ഈ വലിയ ക്ലാസ്സിലൊക്കെ കുട്ടികൾക്ക് അറിയാത്ത ഡൗട്ടുകളും കൺസെപ്റ്റ് കിട്ടാത്തതൊക്കെ ഏറ്റവും വലിയ പ്രശ്നം വരുന്നത് എവിടെയാണെന്ന് അറിയോ? 9ാം ക്ലാസ്സിൽ വേണ്ട രൂപത്തിൽ പഠിക്കാത്തതുകൊണ്ടാണ്. ഈവൻ +1-ലെത്തിയ ഒരു കുട്ടിക്ക് വരെ, സയൻസ് എടുത്ത കുട്ടിയാവട്ടെ ഏത് കുട്ടിയാവട്ടെ, അവർക്കൊരു ഡൗട്ട് ചോദിക്കുമ്പോൾ ഇത് ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണ് സാർ, എങ്കിലും എനിക്കറിയില്ല എന്ന് ചോദിക്കുന്ന ഡൗട്ടുകൾ കൂടുതലും 9ാം ക്ലാസ്സിൽ പഠിച്ച ഡൗട്ടുകളായിരിക്കും. അതെന്തുകൊണ്ടാണ്? 9ാം ക്ലാസ് നമ്മൾ പൊതുവേ എന്ത് ചെയ്യും, പബ്ലിക് എക്സാം ഒന്നും അല്ലല്ലോ, എന്തായാലും തട്ടിമുട്ടി അങ്ങനെ പോവാം എന്നുള്ളൊരു ധാരണയിലാണ് മുന്നോട്ട് പോവുക. എന്നാൽ വളരെ ചുരുക്കം കുട്ടികൾക്ക് ഈ ഒരു സീക്രട്ട് അറിയാവുന്നത് കൊണ്ട് തന്നെ അവർ കൃത്യമായിട്ട് 9ാം ക്ലാസ്സിനെ നല്ല രീതിയിൽ പഠിച്ചെടുക്കും. അതുകൊണ്ട് അവർക്ക് വരും ഭാവിയിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാനായിട്ട് സാധിക്കാറുണ്ട്. അപ്പോൾ എൻ്റെ മക്കളെല്ലാവരും ഈ 9ാം ക്ലാസ്സിനെ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി ഗൗരവത്തിലെടുത്ത് വേണം പഠിക്കാൻ എന്നുള്ളത് സാർ ഒരു വട്ടം കൂടി മക്കളെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പം മക്കൾക്ക് അറിയാലോ, നമ്മൾ കൃത്യമായി പ്ലാൻ ചെയ്ത് എന്താണ് നിങ്ങൾക്ക് തരേണ്ടത്, എങ്ങനെയൊക്കെയാണ് നിങ്ങളിലേക്ക് എത്തിക്കേണ്ടത്, മക്കൾക്ക് ഒരു ബുദ്ധിമുട്ടും കൂടാതെ എങ്ങനെയൊക്കെ നമുക്ക് ഈ കണ്ടൻറ്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കാം എന്നൊക്കെ പ്ലാൻ ചെയ്തുകൊണ്ട് നമ്മുടെ നിഞ്ച ബാച്ച് ഇവിടെ സെറ്റാണടാ മക്കളെ. ക്ലാസ്സുകൾ പതുക്കെ ആരംഭിച്ചു കഴിഞ്ഞു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനുള്ള ചാൻസ് അവസാനിച്ചിട്ടില്ല. നിങ്ങൾക്ക് അഡ്മിഷൻ എടുത്ത കുട്ടികളാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരെ അതിലേക്ക് വിളിക്കുക. ഒപ്പം എടുക്കാത്ത മക്കളാണെങ്കിൽ പെട്ടെന്ന് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് തന്നെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ബേസിക് ക്ലാസ്സുകളൊക്കെ തന്നുകൊണ്ട് വളരെ പതുക്കെ ആയിരിക്കും നിങ്ങളുടെ സിലബസിലേക്ക് കയറുക. അത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഉപകരിക്കും. പൊതുവേ നിങ്ങൾക്ക് ചെറിയ ക്ലാസ്സുകളിലൊക്കെ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് ഒക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഈ ബേസിക് ക്ലാസ്സിൽ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ മക്കൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഗുണം ചെയ്യും എന്നുള്ളത് വളരെ ഉറപ്പാണ്. സോ മക്കളെല്ലാവരും നിഞ്ച ബാച്ചിലേക്ക് ഒരു വട്ടം കൂടി സാറ് സ്വാഗതം ചെയ്യാണ്. അപ്പോൾ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തട്ടെ, നിങ്ങൾ 9ാം ക്ലാസ്സിനെ ഗൗരവമായി തന്നെ കാണണം മക്കളെ. ഓക്കെ, ഉഷാറാക്കട്ടോ.